ശപിക്കപ്പെട്ട ഗ്രാമമായ കുൽധരയുടെ കഥ ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് ശാപകഥകളാണ്. ഇതിലൊന്ന് നടന്നത് ഇന്ത്യയിലാണെങ്കിൽ രണ്ടാമത്തേത് നടന്നത് ഈജിപ്തിലാണ്. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒട്ടും താമസിപ്പിക്കാതെ കഥയിലേക്ക് പോകാം. വെൽക്കം ടു ദ മിസ്റ്റിക് വേൾഡ് ഓഫ് മാജിക്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സ്ത്രീ നൽകിയ ശാപം ഇന്നും കർണാടകയിലെ ഒരു ഗ്രാമത്തിനെ വലയ്ക്കുകയാണ്. ഒരു ഗ്രാമം മുഴുവൻ ഒരു സ്ത്രീ ശാപത്താൽ മണൽ കൂനയായി മാറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അവിടെ ഇന്നും ആത്മാക്കൾ ചുറ്റിത്തിരയുന്നുണ്ടത്രേ. ആദ്യം ഞാൻ പറയാൻ പോകുന്ന കഥ കർണാടകയിലുള്ള തലക്കാടിനെ കുറിച്ചാണ്. വളരെ പ്രശാന്ത സുന്ദരമായ ഗ്രാമം വളരെ പെട്ടെന്ന് ഒരു മണൽ കൂനയായി മാറിയത് എങ്ങനെയാണ്? ആ കഥയിലേക്ക് പോവാം. നമ്മുടെ സംഭവ കഥ നടക്കുന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. അക്കാലത്ത് കർണാടക ഭരിച്ചിരുന്നത് വിജയനഗര സാമ്രാജ്യമായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു ശ്രീരംഗരായ. അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേരായിരുന്നു അലമേലമ്മ. കാലങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ വിജയനഗര സാമ്രാജ്യം നശിക്കാനായിട്ട് തുടങ്ങി. ശ്രീരംഗരായരുടെ മരണശേഷം അലമേലമ്മ മാളങ്കി എന്ന അതിസുന്ദരമായിട്ടുള്ള ഗ്രാമത്തിൽ വലിയൊരു കോട്ടയൊക്കെ പണിഞ്ഞ് താമസിക്കാനായിട്ട് തുടങ്ങി. ഈ അലമേലമ്മ അതീവ സുന്ദരിയായിരുന്നു. അവരുടെ കയ്യിൽ വളരെയധികം ആഭരണങ്ങളുണ്ടായിരുന്നു. അത് നാട്ടുകാർക്കെല്ലാം നല്ല അറിവുമായിരുന്നു. അങ്ങനെ അവർ താമസിച്ചു കൊണ്ടിരിക്കുകയാണ് വോഡയാർ രാജവംശം തലക്കാട് എന്ന ആ പ്രദേശം പിടിച്ചെടുക്കുന്നത്. ഈ തലക്കാടിൽ തന്നെയുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് മാളങ്കി. ഇതിനടുത്തുകൂടിയാണ് അതിമനോഹരമായിട്ടുള്ള കാവേരി നദി ഒഴുകുന്നത്. വോഡയാറിലെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് അലമേലമ്മയുടെ കാര്യം അറിയും. അവരുടെ കയ്യിൽ അതിവിശിഷ്ടമായിട്ടുള്ള രത്നങ്ങളും ആഭരണങ്ങളും ഉണ്ടെന്നറിഞ്ഞ അദ്ദേഹം കുറച്ച് സൈനികരെ അലമേലമ്മയുടെ വസതിയിലേക്ക് അയക്കുകയാണ്. അലമേലമ്മയുടെ കയ്യിലുള്ള വജ്രം പതിച്ച വളരെ വിലമതിപ്പുള്ള ഒരു മാല തനിക്ക് തരണമെന്ന് ആ രാജാവ് അവരോട് സൈനികർ മുഖേന സന്ദേശം അയച്ചു. പക്ഷേ അലമേലമ്മ അതിന് തയ്യാറായില്ല. അത് തനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട ആഭരണമാണെന്ന് അലമേലമ്മ തിരിച്ച് മറുപടി അയച്ചു. പക്ഷേ രാജാവ് വിടാൻ തയ്യാറായില്ല. അവരെ ആക്രമിച്ച് അത് കൈവശപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു. സൈനികരെ ഭയന്ന അലമേലമ്മ അവിടെ നിന്ന് പലായനം ചെയ്തു. എന്നേക്കുമായി എവിടേക്ക് പോകണമെന്ന് അവർക്കറിയില്ല. ഓടി ഓടി അവരെത്തിയത് കാവേരി നദിയുടെ തീരത്തായിരുന്നു. തൻ്റെ കൈവശം ഉണ്ടായിരുന്ന രത്നമാല അവർ ആ കാവേരി നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. തൻ്റെ മൂക്കുത്തിയും അതിനോടൊപ്പം അവരെറിഞ്ഞിരുന്നു. അതിനുശേഷം അവർ ആ നാടിനെ തന്നെ ശപിച്ചു. അതിലൊന്ന് തലക്കാട് മണൽ കൂനകളാകട്ടെ എന്നതായിരുന്നു. രണ്ടാമത്തത് മാളങ്കിയിൽ ചുഴികൾ ഉണ്ടാവട്ടെ എന്നതായിരുന്നു. മൂന്നാമത്തത് വോഡയാർ രാജവംശം ഇനി തലമുറകളില്ലാതെ നശിക്കട്ടെ എന്നതായിരുന്നു. ഈ 3 ശാപവാക്കുകൾ ഉച്ചരിച്ച ശേഷം അവർ കാവേരി നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ ഒരു സാധാരണ സംഭവമായി വോഡയാർ രാജവംശം എടുത്തു. അവരതിനെക്കുറിച്ച് പിന്നീട് ചിന്തിച്ചതേയില്ല. ആ ഗ്രാമവാസികളും അത് മറക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവരറിഞ്ഞിരുന്നില്ല അവരുടെ സമാധാനത്തിൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു. അടുത്ത ദിവസത്തോടു കൂടി അവിടെ കാലാവസ്ഥയിൽ വലിയൊരു മാറ്റം കാണാനായിട്ട് തുടങ്ങി. എന്ന് മാത്രമല്ല അവിടെ വലിയ തോതിൽ കാറ്റടിക്കാനായിട്ട് തുടങ്ങി. കാറ്റിനോടൊപ്പം മണലും അവിടേക്ക് പറന്നു. കാലക്രമേണ അവിടെ മണൽ കൂനകളുണ്ടായി. പതിയെ പതിയെ ആ ഗ്രാമം മുഴുവൻ മണൽ കൂനയ്ക്ക് അടിയിലായിട്ട് മാറി. ധാരാളം ദുർമരണങ്ങളും അവിടെ ഉണ്ടായത്രേ. അതോടുകൂടി ഗ്രാമവാസികൾക്ക് ഒരു കാര്യം മനസ്സിലായി. അലമേലമ്മയുടെ ശാപം ആ ഗ്രാമത്തിൽ നിലനിൽക്കുന്നു. പലരും ആ ഗ്രാമം വിട്ട് പോകാനായിട്ട് തുടങ്ങി. അതുമാത്രമല്ല അവിടെ ആത്മാക്കളും അലഞ്ഞു തിരിയുന്നുണ്ടെന്ന് അവർ വിശ്വസിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ കാര്യങ്ങൾ ഇവിടം കൊണ്ടും തീർന്നില്ല. വോഡയാർ രാജവംശത്തിൽ പിന്നീട് അനന്തര തലമുറകൾ ജനിക്കാതെ അവിടെ വിവാഹം കഴിച്ചവർക്ക് ആർക്കും സന്തതികളെ ഉണ്ടായില്ല. എന്നാൽ അവർ ദത്തെടുത്ത കുട്ടികൾക്ക് സന്തതികൾ ഉണ്ടാവുകയും ചെയ്തു. വോഡയാർ രാജവംശത്തിന് അവരുടെ രക്തത്തിൽ നിന്ന് സന്തതികൾ ജനിച്ചതേയില്ല. ഇതിൻ്റെ പിന്നിൽ പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടപ്പെട്ടു. പക്ഷേ
എല്ലാവരും വിശ്വസിക്കുന്നത് ഇത് അലമേലമ്മയുടെ ശാപം കൊണ്ടാണ് എന്നാണ്. നമുക്ക് രണ്ടാമത്തെ ശാപകഥയിലേക്ക് പോകാം. ഇത് നടക്കുന്നത് ഈജിപ്തിലാണ്. നമ്മളെപ്പോലെ തന്നെ വലിയ ഒരു സംസ്കാരം കെട്ടിപ്പടുക്കിയ ജനതയാണ് ഈജിപ്തുകാർ. അവിടെയുള്ള രാജാക്കന്മാരെ അവർ ദൈവതുല്യരായി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ രാജാക്കന്മാർ കാലം ചെയ്യുമ്പോൾ അവരുടെ മൃതശരീരങ്ങൾ കല്ലറയിലാക്കി അതിനു ചുറ്റും വലിയ നിർമ്മിതികൾ അവർ കെട്ടി. അതിൻ്റെ പേരായിരുന്നു പിരമിഡ്. ഈ പിരമിഡുകൾക്കുള്ളിൽ വളരെയധികം സ്വത്തുക്കൾ അവർ സൂക്ഷിച്ചിരുന്നു. കാരണം അവർ സ്വർഗ നരക ലോകത്തിൽ വിശ്വസിച്ചിരുന്നു. തങ്ങളുടെ ഫറവോമാർ മരിക്കുമ്പോൾ സ്വർഗത്തിൽ ചെല്ലുമെന്നും അവിടെ അവർക്ക് ഈ സൗകര്യങ്ങളെല്ലാം വേണമെന്നും അവർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഫറവോമാരുടെ വേലക്കാരും ഫറവോമാർ മരിക്കുന്ന ദിവസങ്ങളിൽ വിഷം കഴിച്ചു മരിച്ചിരുന്നു. അവരുടെ കല്ലറകളും ഫറവോമാരുടെ ചുറ്റിനുമായിരുന്നു ഉണ്ടായത്. 9-ാം വയസ്സിൽ ഭരണാധികാരിയായിട്ടുള്ള ആളായിരുന്നു തുത്തൻഖാമൻ. അദ്ദേഹം കാലം ചെയ്തത് 19-ാം വയസ്സിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലത്ത് അമൂല്യങ്ങളായ രത്നങ്ങളും വജ്രങ്ങളുമൊക്കെ സൂക്ഷിച്ചു വച്ചിരുന്നു. പല കല്ലറകളും കണ്ടെത്തിയ കൂട്ടത്തിൽ അവർ തുത്തൻഖാമൻ്റെ കല്ലറയ്ക്കടുത്ത് എത്തി. പക്ഷേ ആ കല്ലറയുടെ കവാടത്തിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഫറവോയുടെ വിശ്രമത്തിന് തടസ്സം നിൽക്കുന്നവർക്ക് മരണം വരും എന്നതായിരുന്നു. സ്വാഭാവികമായും യൂറോപ്യന്മാർ ഇതിൽ വിശ്വസിച്ചിരുന്നതേയില്ല. അവരെല്ലാവരും ആ കല്ലറ പൊളിച്ച് അവിടെ നിന്ന് അമൂല്യങ്ങളായ പല വസ്തുക്കളും ശേഖരിച്ചു. എന്നാൽ പിന്നീട് അങ്ങോട്ടാണ് ചില ശാപകഥകൾ തുടങ്ങുന്നത്. ഈ ഖനനത്തിന് സാമ്പത്തിക സഹായം നൽകിയ ലോർഡ് കാർണിവൽ എന്ന വ്യക്തി മാസങ്ങൾക്കുള്ളിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണകാരണം വളരെ വിചിത്രമായിരുന്നു. അതായത് അദ്ദേഹത്തിനെ ഒരു കൊതുക് കടിച്ച അണുബാധ മൂലമായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത്. നല്ല ആരോഗ്യമുണ്ടായിരുന്ന അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടതിൽ എല്ലാ ജനങ്ങൾക്കും വളരെയധികം അത്ഭുതം ഉളവാക്കി. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നായ പോലും മരണപ്പെട്ടു. ഈ സംഘത്തിലുണ്ടായിരുന്ന ആർതർ മെയ്സ് എന്നൊരാൾ മരിച്ചതും വളരെ വിചിത്രപരമായിട്ടുള്ള ഒരു കാരണത്തിലാണ്. അദ്ദേഹത്തിന് ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടു. വളരെ പെട്ടെന്ന് അദ്ദേഹം മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. ഈ കല്ലറ സന്ദർശിച്ച ഉടനെ മരിച്ച മറ്റൊരാൾ ജോർജ് ബെനഡിക്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണകാരണവും അന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഈ ഖനനത്തിനെല്ലാം നേതൃത്വം നൽകിയ ഹൊവാർഡ് കാർട്ടർ മാത്രം ഒരുപാട് കാലം ജീവിച്ചിരുന്നു. 1922 അദ്ദേഹം ഈ കല്ലറ കണ്ടെത്തിയത്. അദ്ദേഹം 1939 വരെ ജീവിച്ചിരുന്നു. അത് മറ്റുള്ള ജനങ്ങളിൽ അത്ഭുതം ഉളവാക്കുകയും ചെയ്തു. പിന്നീട് പല ചരിത്ര ഗവേഷകരും ഈ മരണങ്ങളുടെയൊക്കെ കാരണങ്ങൾ കണ്ടെത്തി. ചിലരൊക്കെ പറഞ്ഞത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ ശവകുടീരങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലെയുള്ള സൂക്ഷ്മജീവികളാണ് ഇത്തരം രോഗങ്ങൾക്ക് കാരണമാവുന്നത്. അത് അവിടെ കയറുന്ന മനുഷ്യരുടെ മരണത്തിന് കാരണമാവുന്നുവെന്നും പറയാനായിട്ട് തുടങ്ങി. മറ്റൊരു വാദം പറഞ്ഞത് പുരാതന കാലത്ത് ഈജിപ്തുകാർ ഈ പിരമിഡിൽ തുടർന്ന് മനുഷ്യർ കയറാതിരിക്കാൻ പലതരത്തിലുള്ള വിഷവാതകങ്ങൾ നിറച്ചിരുന്നു അത്രേ. ഈ വിഷവാതകങ്ങൾ ശ്വസിച്ചാണ് മരണങ്ങൾ ഉണ്ടായതെന്നും കണ്ടെത്തുകയുണ്ടായി. പക്ഷേ ഈജിപ്തിലെ തദ്ദേശീയരായ ജനങ്ങൾ വിശ്വസിക്കുന്നത് അവരുടെ ഫറവോമാരുടെ ശാപം കൊണ്ടാണ് ഇത്തരം മരണങ്ങൾ ഉണ്ടായത്. ഇത്തരത്തിലുള്ള അനവധി കഥകൾ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. പുതിയ കഥകളുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ഗുഡ് ബൈ.